അരയങ്കാവ് കഴിഞ്ഞു, അരയങ്കാവ് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ എറണാകുളം ജില്ലയിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. എന്തായാലും അദ്ദേഹത്തിൻ്റെ വാഹനം സ്പീഡ് കൂട്ടി സുജയ പറഞ്ഞതുപോലെ തന്നെ ജനങ്ങളിൽ നിന്ന് ഓടി ഒളിക്കുന്നതല്ല ജനപ്രതിനിധി. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ചാലക്കപ്പാറ എന്ന സ്ഥലത്താണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ആ ചാലക്കപ്പാറ റോഡിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമ്മൾ അദ്ദേഹത്തെ ചേസ് ചെയ്യുകയോ അദ്ദേഹത്തെ ഏതെങ്കിലും തരത്തിൽ കൂടെ പിടിച്ചെന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുകയോ ഒന്നുമല്ല. അദ്ദേഹത്തിന് ജനങ്ങൾക്ക് മുന്നിൽ പറയേണ്ടതുണ്ട് എന്താണ് സംഭവിച്ചതെന്ന്. അല്ലെങ്കിൽ നിരപരാധിയാണെങ്കിൽ അത് ജനങ്ങൾക്ക് മുന്നിൽ കൂടി ബോധിപ്പിക്കേണ്ടതുണ്ട്. അതൊന്നും നമുക്ക് പോകാൻ കഴിയില്ല. നമ്മളിപ്പോൾ ക്യാമറ സൂം ചെയ്ത് പിടിച്ചിരിക്കുകയാണ്. പ്രേക്ഷകർ ശ്രദ്ധിക്കുക, ഇത് ക്യാമറ സൂം ചെയ്ത് പിടിച്ചിരിക്കുകയാണ്. നല്ല വേഗത്തിലാണ് ഇപ്പോൾ ആ BMW പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റ് സൂം ചെയ്ത് ഇപ്പോൾ ആ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. അതേ വേഗത്തിലൊന്നും, അതായത് അനുവദനീയമായ പരിധിക്കപ്പുറം വേഗമൊന്നും ഞങ്ങളുടെ വാർത്താസംഘം എന്തായാലും എടുക്കില്ല. നിയമം ലംഘിക്കാൻ ഞങ്ങൾ തയ്യാറുമല്ല. അതൊരിക്കൽ കൂടി പറയുന്നു. അനുവദനീയമായ വേഗതയിൽ മാത്രം വാഹനം ഓടിച്ച് നമ്മുടെ വാർത്താസംഘം ആ വാഹനത്തിന് പിന്നാലെയുണ്ട്. ക്യാമറയ്ക്ക് സൂം കപ്പാസിറ്റി ഉള്ളത് കൊണ്ട് അദ്ദേഹത്തിന്റെ വാഹനം നമ്മുടെ ദൃശ്യപരിധിയിലുണ്ട്. അങ്ങനെ തന്നെയാണ് നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് ആയാലും അതുപോലെ തന്നെ നമ്മുടെ ഡ്രൈവർ മനു ആയാലും കൃത്യമായ നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ടാണ് ഇടയ്ക്ക് ദൃശ്യങ്ങളിൽ നിന്ന് ആ വാഹനം അപ്രത്യക്ഷമായത്. കാരണം അദ്ദേഹം വേഗം കൂട്ടിയിട്ടുണ്ട്. അദ്ദേഹം വളരെ വേഗത്തിൽ മറ്റു വാഹനങ്ങൾ മറികടക്കാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നതും. നമ്മുടെ വാഹനത്തിന് BMW-നൊപ്പം എത്താനുള്ള സാങ്കേതിക പ്രശ്നങ്ങളടക്കം ഉണ്ടെങ്കിൽ പോലും നോക്കൂ, നമുക്ക് പരമാവധി അദ്ദേഹത്തിൻ്റെ എല്ലാ നിയമങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ടും ആ ഒരു നിയമലംഘനം നടത്തിയ ജനപ്രതിനിധിയെ തുറന്നു കാണിക്കുക കൂടിയാണ്. അദ്ദേഹം നിയമലംഘനം നടത്തിയിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന് ജനങ്ങൾക്ക് മുന്നിൽ വന്ന്, അദ്ദേഹത്തെ വലിയ ഭൂരിപക്ഷത്തിന് ജയിപ്പിച്ച ജനങ്ങൾക്ക് മുന്നിൽ വന്ന് നിന്നുകൊണ്ട് കാര്യങ്ങൾ വിശദീകരിച്ചു പോകാനുള്ള ഒരു കൃത്യമായ ഒരു നിലപാട് സ്വീകരിക്കാമായിരുന്നു. ആ നിലപാടൊന്നും സ്വീകരിക്കാതെ എല്ലാത്തിൽ നിന്നും ഒളിച്ചു മാറി പിന്നീട് MLA ബോർഡടക്കം മാറ്റി സ്വകാര്യ വാഹനത്തിൽ ഇങ്ങനെ പോകുമ്പോൾ അദ്ദേഹത്തെ തുറന്നു കാണിക്കേണ്ടത് മാധ്യമം എന്നുള്ള നിലയിൽ നമ്മുടെ ചുമതലയാണ്. ആ കൃത്യനിർവഹണമാണ് നമ്മൾ നടത്തുന്നത്. എന്തായാലും അദ്ദേഹം എറണാകുളം ജില്ലയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. നിലവിൽ കാഞ്ഞിരമറ്റം എന്നുള്ള സ്ഥലത്താണ് ഇപ്പോൾ അദ്ദേഹം ഉള്ളത്. ഇപ്പോൾ ആ വാഹനം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ചോദ്യം ചെയ്യൽ ഉണ്ടാകുമോ? അദ്ദേഹത്തിൽ നിന്ന് നേരിട്ട് വിവരങ്ങൾ തേടുമോ? അതായത് അറസ്റ്റ് ഉണ്ടാകില്ല എന്ന് മാത്രമല്ലേ കോടതി പറഞ്ഞിട്ടുള്ളൂ. അതായത് 3-ാം തീയതി വരെ അറസ്റ്റിൽ നിന്ന് ഒഴിവായിട്ടുണ്ട്. എന്നാൽ അന്വേഷണ സംഘം വിവരങ്ങൾ ചോദിച്ചു വാങ്ങാൻ വിളിപ്പിച്ചതോ വല്ലതും ആണോ പ്രവീണ? അതായത് സാധാരണഗതിയിൽ തന്നെ ഞാൻ കൊല്ലത്ത് റിപ്പോർട്ടറായി ജോലി ചെയ്തിട്ടുണ്ട് മുൻപ്. അപ്പോൾ പോലും അദ്ദേഹത്തിന് ഫോണിൽ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെയുള്ള ഒരാളിനെ ഇത്തരം ഒരു പ്രശ്നം നടക്കുമ്പോൾ ഫോണിൽ കിട്ടുക എന്നുള്ളത് നമുക്ക് വിചാരിച്ചാൽ പോലും നടക്കുന്ന കാര്യമല്ല. അദ്ദേഹം മാധ്യമങ്ങളിൽ നിന്നൊക്കെ മാറി നടക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് ആവശ്യമുള്ളപ്പോൾ മാത്രം മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുന്ന ഒരാൾ കൂടിയാണ്. പക്ഷേ ഇത്രയധികം ആരോപണങ്ങൾ ഉയരുമ്പോൾ അദ്ദേഹത്തിന് സ്വന്തം ജനങ്ങൾക്ക് മുന്നിലെങ്കിലും കാര്യങ്ങൾ പറയാനുള്ള ബാധ്യതയുണ്ടായിരുന്നു. ആ ബാധ്യത പോലും നിറവേറ്റാതെ ഇങ്ങനെ ഒളിച്ചോടി സ്വന്തം മുഖം രക്ഷിക്കുന്ന ഒരു ജനപ്രതിനിധിയെ തുറന്നു കാണിക്കുക മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. എന്തായാലും അന്വേഷണ സംഘത്തിന് മുന്നിൽ എപ്പോഴായാലും അദ്ദേഹത്തിന് ഹാജരാകേണ്ടി വരും. എപ്പോഴായാലും നിലപാട് പുറത്തു പറയേണ്ടി വരും. എന്തൊക്കെ സംഭവിച്ചു എന്നതടക്കം ഇപ്പോൾ നമുക്ക് കാണാം. ഇപ്പോൾ നമ്മുടെ എറണാകുളം റോഡിലേക്ക് കടന്നു കഴിഞ്ഞു. എറണാകുളത്തേക്ക് തന്നെയാണ്, അതായത് പൂത്തോട്ട വഴി എറണാകുളത്തേക്ക് വാഹനം കടന്നു കഴിഞ്ഞിരിക്കുകയാണ്. എം മുകേഷ് MLA തിരുവനന്തപുരത്തു നിന്നുള്ള ഓട്ടമാണ് ഇപ്പോൾ പൂത്തോട്ട എത്തിയിരിക്കുകയാണ്. പൂത്തോട്ട വഴി എറണാകുളത്തേക്ക് കാഞ്ഞിരമറ്റം റോഡ്, ആ റോഡ് കൂടി കയറി കഴിഞ്ഞു. എന്തായാലും ഇനി മില്ലുങ്കൽ കാഞ്ഞിരമറ്റം ആ റോഡിൽ കൂടിയാണ് ഇപ്പോൾ പോകുന്നത്. എന്തായാലും എറണാകുളത്തേക്ക് തന്നെയാണ് എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. എത്രയൊക്കെ വെട്ടിച്ചു പോകാൻ ശ്രമിച്ചാലും, എത്രയൊക്കെ ജനങ്ങളിൽ നിന്ന് മായാൻ ശ്രമിച്ചാലും ചില നീതികൾ നടപ്പാകേണ്ടതുണ്ട്. അത് ഇങ്ങനെയൊക്കെ നടപ്പാകുമെന്നത് കൂടിയാണ് വ്യക്തമാകുന്നത്. എന്തായാലും ആരുടെയും കണ്ണിൽപ്പെടാതെ മുകേഷിന് എന്തായാലും അത് അഭിഭാഷകരുടെ അടുത്തായാലും നീതിന്യായ വ്യവസ്ഥയ്ക്ക് മുന്നിലായാലും എത്തിപ്പെടാൻ കഴിയില്ല. കാരണം അദ്ദേഹത്തെ ജയിപ്പിച്ചത് ജനങ്ങളാണ്. ജനങ്ങൾക്ക് മുന്നിൽ അദ്ദേഹത്തിൻ്റെ ഇനിയിപ്പോൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആ നിരപരാധിത്വം കൂടി ബോധിപ്പിക്കേണ്ട ഒരു ബാധ്യതയുണ്ട്. ആ ബാധ്യത നിറവേറ്റാത്തതിലാണ് ജനങ്ങൾക്കുള്ള പ്രതിഷേധവും പ്രതിപക്ഷത്തിൻ്റെ അടക്കം പ്രതിഷേധവും ഉള്ളത്. എന്തായാലും രാജി ഉണ്ടാകുമോ, ഇന്ന് തെളിവുകൾ കൈമാറുമോ, ചോദ്യം ചെയ്യലിന് ഹാജരാകുമോ എന്നുള്ള ചോദ്യങ്ങളാണ് ഇനി ഉത്തരം കിട്ടാനുള്ളത്. എന്തായാലും അദ്ദേഹം കൊച്ചിയിലേക്ക് തന്നെയാണ് എന്നുള്ളത് ഉറപ്പിച്ചിരിക്കുന്നു. റൂട്ട് പലതും മാറി വന്നെങ്കിലും നമുക്കൊന്ന് കണക്ട് ചെയ്യേണ്ടതുണ്ട്. PCR എം മുകേഷ് ഇന്ന് കൊച്ചിയിൽ വന്ന് ഈ അന്വേഷണ സംഘത്തിന്റെ അടുത്ത നീക്കം എന്താണ് എന്നത് കൂടി അറിയേണ്ടിയിരിക്കുന്നു. അതും FIR ഒക്കെ ഇട്ട് കഴിഞ്ഞിരിക്കുകയാണ്, വിശദമായ മൊഴി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അടുത്ത നീക്കം എന്താണ് എന്നത് കൂടി അറിയണം. ഇപ്പോൾ അതിവേഗം കൊച്ചിയിലേക്ക് അക്ഷരാർത്ഥത്തിൽ പറക്കുകയാണ്
കൊച്ചിയിലേക്കാണ് എം മുകേഷ് MLA. അദ്ദേഹത്തിന്റെ BMW കാറിൽ തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് പറന്നു വരികയാണ് എം മുകേഷ് MLA. അനുവദനീയമായ യാത്രാ പരിധിയിൽ അല്ലെങ്കിൽ അനുവദനീയമായ വേഗതയിൽ മാത്രമാണ് നമ്മൾ എന്തായാലും, അല്ലാതെ ഒരു ചേസിങ്ങിനൊന്നും നമ്മളില്ല പ്രവീണ. അത് ഞാൻ പ്രേക്ഷകരോട് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ കൊച്ചിയിലേക്കാണ് എം മുകേഷ് വരുന്നത്. കൊച്ചിയിൽ അദ്ദേഹത്തിന്റെ കൂടിക്കാഴ്ചകൾ എങ്ങനെയാണ്? അഡ്വക്കേറ്റ് ജോ പോളുമായൊക്കെ നമ്മുടെ മാധ്യമപ്രവർത്തകർ സംസാരിച്ചിട്ടുണ്ട്. അവരെ കൂടി നമുക്കൊന്ന് കണക്ട് ചെയ്യാവുന്നതാണ്. അർജുൻ മട്ടന്നൂരിനും അലി അക്ബർ ഷായ്ക്കും അക്കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ നൽകാൻ കഴിയും. ഇപ്പോൾ എന്തായാലും എറണാകുളത്തേക്ക് വാഹനം എത്തുകയാണ്. നമുക്ക് അലി അക്ബർ ഷായുടെ അടുത്തേക്കാണ് എന്തായാലും എം മുകേഷ് എത്തുന്നത് പ്രവീണ. തൃപ്പൂണിത്തുറയിൽ അലിയും ടീമും കാത്തു നിൽക്കുന്നുണ്ട്. കാണാം അദ്ദേഹത്തിന്റെ വാഹനം നമ്മുടെ വാഹനത്തിന്റെ മുന്നിൽ നിന്നും പോയി കഴിഞ്ഞിരിക്കുന്നു. എന്നാലും നമ്മൾ പിന്തുടരുന്നുണ്ട്. നമുക്ക് അനുവദനീയമായ റോഡ് നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളും വേഗപരിധിയും ഒക്കെ പാലിച്ചാണ് നമ്മൾ പിന്നാലെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അദ്ദേഹം നമ്മുടെ ദൃശ്യങ്ങളിൽ നിന്ന് മാറിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ പോകുന്ന അതേ റൂട്ടിൽ തന്നെയാണ്, അദ്ദേഹം പോകുന്ന അതേ റൂട്ടിൽ തന്നെയാണ് നമ്മളും ഉള്ളത്. എന്തായാലും നമ്മുടെ മറ്റ് റിപ്പോർട്ടർമാർ അദ്ദേഹത്തെ പിന്തുടരുമെന്ന് ആർമി എന്തായാലും എം മുകേഷ് MLAയുടെ പ്രതികരണം ഇന്ന് എടുക്കും. എം മുകേഷ് MLA മാധ്യമങ്ങൾക്ക് മുന്നിൽ പെടാതെ, ജനങ്ങളോടൊന്നും പറയാതെ ഒരു വിശദീകരണ കുറിപ്പ് മാത്രം ഇറക്കി ഒളിഞ്ഞു നിൽക്കുകയാണ്. അങ്ങനെയല്ല, തെളിച്ചത്തേക്ക് വരട്ടെ, തെളിച്ചമുള്ള അഭിപ്രായം പറയട്ടെ, നിയമ പോരാട്ടം നടത്തട്ടെ. എം മുകേഷ് MLA അങ്ങേ കാത്ത് ഞങ്ങളുടെ വാർത്താ സംഘം തൃപ്പൂണിത്തുറയിൽ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ അങ്ങ് വേഗത്തിൽ പോയാലും അവരുടെ മുന്നിലേക്കാണ് ചെല്ലുക. എന്തായാലും തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് എത്തുന്നു. അഭിഭാഷകനുമായുള്ള കൂടിക്കാഴ്ച അഡ്വക്കേറ്റ് ജോ പോൾ ആണ് കഴിഞ്ഞ ദിവസം ഹാജരായത്. അഡ്വക്കേറ്റ് ജോ പോൾ പറയുന്നത് ഇലക്ട്രോണിക് എവിഡൻസസ് അടക്കം എം മുകേഷിന്റെ കയ്യിലുണ്ട്. ഇപ്പോൾ MC റോഡ് വഴി എറണാകുളത്തേക്ക് എത്തുന്നു. ഇനിയൊരു 9-10 കിലോമീറ്റർ പിന്നിട്ട് കഴിഞ്ഞാൽ തൃപ്പൂണിത്തുറ എത്തും. നേരെ അഭിഭാഷകന്റെ അടുത്തേക്കായിരിക്കാം എം മുകേഷ് MLA പോകുന്നത്. അതിവേഗം കൊച്ചിയിലേക്ക് പായുകയാണ് എം മുകേഷ് MLA. നിയമ പോരാട്ടമാണ് അദ്ദേഹത്തിന് മുന്നിലുള്ള ഏക വഴി. അദ്ദേഹത്തിന് ആരോപണങ്ങളിൽ നിന്ന് അഗ്നിശുദ്ധി വരുത്തി പുറത്തു വരേണ്ടതുണ്ട്. അതാണ് അദ്ദേഹത്തിന് പാർട്ടി നൽകിയിരിക്കുന്ന നിർദ്ദേശവും. ഇപ്പോൾ പാർട്ടി സംരക്ഷിക്കുന്നുണ്ട്. പക്ഷേ കുറ്റാരോപിതനെന്ന് തെളിയിക്കപ്പെട്ടു കഴിഞ്ഞാൽ ആ സംരക്ഷണം ഉണ്ടാകില്ല എന്നത് എം മുകേഷ് MLAക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോൾ കൊച്ചിയിലേക്ക്, കോട്ടയം പിന്നിട്ട് എറണാകുളത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിലേക്ക് ഞങ്ങളുടെ വാർത്താ സംഘം എത്തിയത്. PR പ്രവീണയും വാർത്താ സംഘവുമാണ് എം മുകേഷ് MLA കോട്ടയത്തേക്ക് കയറിയപ്പോൾ മുതൽ കൂടെയുള്ളത്. കൊച്ചിയിലേക്ക് എത്തുന്നു. സാധാരണ സഞ്ചരിക്കാറുള്ള വഴി മാറിയാണ് സഞ്ചാരം. പ്രവീണ, അദ്ദേഹം സാധാരണഗതിയിൽ തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് വരുമ്പോൾ സ്വീകരിക്കാറുള്ള വഴി മാറ്റിപ്പിടിച്ചത് ഇതുപോലെയുള്ള മാധ്യമങ്ങളുടെ അല്ലെങ്കിൽ പ്രതികരണം തേടിയുള്ള വാർത്താ സംഘങ്ങളുടെയൊക്കെ ഒരു കാത്തുനിൽപ്പുണ്ടാകും എന്ന് കരുതി കൂടിയല്ലേ? കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഒക്കെ പ്രതിഷേധം കൊച്ചിയിലും ആസൂത്രണം ചെയ്യുന്നുണ്ടോ? സ്വാഭാവികമാണ് സുജയ. കാരണം ഇത്തരം വലിയൊരു വിമർശനത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന ഒരു ജനപ്രതിനിധി അവരെ അഭിമുഖീകരിക്കേണ്ടി വരാതെ, അതായത് ശരിക്കും പറഞ്ഞാൽ മുഖം മറച്ചു പോകുന്ന ഒരു സ്ഥിതിയില്ലേ, ആ സ്ഥിതിയിലേക്ക് സ്വയം എത്തപ്പെട്ടു എന്നുള്ളതാണ്. അദ്ദേഹത്തിന് എത്ര മാന്യമായി മാധ്യമങ്ങളോട് പറഞ്ഞു പോകാമായിരുന്നു, ഞാൻ വക്കീലിനെ കാണാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഞാൻ കോടതിയിലേക്ക് പോവുകയാണ്, ഉദ്യോഗസ്ഥരുടെ മുന്നിലേക്ക് പോവുകയാണ്. അതൊരു മാന്യതയാണ്, അതൊരു ജനപ്രതിനിധി കാണിക്കേണ്ട മിനിമം ഒരു ഉത്തരവാദിത്തമാണ്. അതുപോലും കാണിക്കാതെ അദ്ദേഹം ഈ ഒളിച്ചോടുമ്പോഴാണ് മറ്റുള്ളവർക്ക് അദ്ദേഹം എവിടെയാണെന്ന് അറിയാനുള്ള കൗതുകം പോലും കൂടുന്നത്. ജനങ്ങൾ അറിയണം അദ്ദേഹം എങ്ങനെയാണ്, എവിടെയൊക്കെയാണ് പോകുന്നത് എന്നുള്ളത് ജനങ്ങൾക്ക് അറിയേണ്ട ബാധ്യതയുണ്ട്. ആ ബാധ്യത കൂടിയാണ് ഇപ്പോൾ റിപ്പോർട്ടർ സംഘം നിറവേറ്റുന്നത്. എന്തായാലും അദ്ദേഹം നമ്മുടെ വാഹനത്തിന് മുന്നിൽ നിന്ന് വളരെ വേഗത്തിൽ പോയി കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും അദ്ദേഹം നമ്മുടെ റിപ്പോർട്ടർ സംഘത്തിൻ്റെ മുന്നിലേക്ക് തന്നെ ചെന്ന് കയറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ലാത്തതുകൊണ്ട് നമുക്ക് അദ്ദേഹം പോയ വഴി പറയാം. എന്തായാലും സാധാരണഗതിയിൽ അദ്ദേഹത്തിന് കൊല്ലം വഴി NH വഴി പോകുന്നതാണ് വളരെ എളുപ്പമുള്ളത്. എന്നാൽ അതിൽ നിന്നെല്ലാം മാറി റൂട്ട് മാറിപ്പിടിച്ച് തലയോലപ്പറമ്പ് വഴി നമുക്ക് സംശയം ഉണ്ടായിരുന്നു. കാരണം ഏത് വാഹനം ഇതുവഴി വന്നാലും, കുമരകം കയറി വന്നാലും ഒക്കെ തലയോലപ്പറമ്പിൽ എത്തുമായിരിക്കും. പക്ഷേ എന്നാലും മറ്റൊരു വഴിയും കൂടിയുണ്ട്, അതുവഴി കയറുമോ എന്നുള്ളൊരു സംശയമൊക്കെ ഉണ്ടായിരുന്നു. നോക്കൂ, അദ്ദേഹം എല്ലാ മാധ്യമങ്ങളിൽ നിന്നും കണ്ണു വെട്ടിച്ച് അദ്ദേഹം എത്തപ്പെട്ടത്. പക്ഷേ അദ്ദേഹത്തിന് സത്യം മറച്ചു വെക്കാനാകില്ല. അദ്ദേഹം എവിടെ പോയാലും ഒരു മാധ്യമമെങ്കിലും കണ്ണു തുറന്നിരിക്കുമെന്നുള്ളത് അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കൂടി നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. ജനങ്ങൾക്ക് മുന്നിൽ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ മുഖം, അദ്ദേഹം നിരപരാധിയാണെങ്കിൽ അത് അദ്ദേഹം പറയണമായിരുന്നു. അതൊന്നും ചെയ്യാതെ ഇങ്ങനെ ഒളിച്ചോടുന്ന അദ്ദേഹത്തിൻ്റെ മറ്റൊരു മുഖം നമുക്ക് കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അദ്ദേഹം എറണാകുളത്തേക്ക് തന്നെയാണ് പോകുന്നത്. പ്രതിഷേധങ്ങൾ, കാരണം ഈ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്ന സംഘടനകൾക്ക് പോലും അറിയില്ലായിരുന്നു അദ്ദേഹം ഏതുവഴിയാണ് പോകുന്നത് എന്നുള്ളത്. തുടക്കത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് ഒരു പോലീസ് വാഹനം ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ അദ്ദേഹത്തിന് വാഹനമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അതൊരു പക്ഷേ സുരക്ഷയെ കൂടി കരുതിയാകണം. കാരണം ഒരു വാഹനത്തിന് പിന്നാലെ അദ്ദേഹത്തിൻ്റെ വാഹനം പോകുമ്പോൾ മറ്റ് ശ്രദ്ധ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതെല്ലാം ഒഴിവാക്കുന്നതിന് വേണ്ടി കൂടിയാകണം. അത്തരം പോലീസ് നടപടികളിലേക്ക് ഒന്നും കൊടുത്തിരുന്നില്ല. മാത്രവുമല്ല, നമ്മൾ മിക്കവാറും എല്ലാ പോലീസ് സ്റ്റേഷനിലും ബന്ധപ്പെട്ടിരുന്നുവെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള സുരക്ഷ ഒരുക്കണമെന്നുള്ള അറിയിപ്പ് ലഭിച്ചിട്ടില്ല എന്നായിരുന്നു പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം സ്വന്തം വാഹനത്തിൽ എറണാകുളം പോകുന്നു, റൂട്ട് മാറ്റി പിടിച്ചു പോകുന്നു.
പോകുന്നു എന്നുള്ളതായിരുന്നു. എന്തായാലും ഇപ്പോൾ അദ്ദേഹം ഇപ്പോൾ കൊച്ചുപള്ളി സ്ഥലം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ എന്തായാലും അദ്ദേഹം എറണാകുളത്തേക്ക് തന്നെയാണ് ഇനിയുള്ള റൂട്ടിലേക്ക് നമ്മുടെ റിപ്പോർട്ടർമാരുടെ സംഘത്തിന് മുന്നിലേക്ക് തന്നെ അദ്ദേഹം എത്തുമെന്നാണ് പ്രതീക്ഷ. പക്ഷേ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനെതിരെയുള്ള പ്രതിഷേധം അദ്ദേഹത്തിൻ്റെ കൊല്ലത്തും തിരുവനന്തപുരത്തും വസതിക്ക് മുന്നിൽ നടക്കുമ്പോഴാണ് അദ്ദേഹം എല്ലാത്തിൽ നിന്നും ഒളിച്ചു മാറി പോകുന്നത്. പറയാനുള്ളത് അല്ലെങ്കിൽ നടന്നത് അല്ലെങ്കിൽ തനിക്ക് അറിയാത്ത കാര്യം അത് അങ്ങനെ തന്നെ പറയാനുള്ള ഉത്തരവാദിത്വമുള്ള ഒരു ജനപ്രതിനിധിയാണ് ഇത്തരത്തിൽ ഒളിച്ചോടി ഇപ്പോൾ വക്കീലിനെ അല്ലെങ്കിൽ അഭിഭാഷകനെ കണ്ട് അല്ലെങ്കിൽ കോടതിയിലേക്ക് പോകാനായി പോകുന്നത്. ആരെയാണ് ഭയക്കുന്നത് എന്നുള്ള ചോദ്യമാണ് മുകേഷിനോട് നമുക്കും ചോദിക്കാനുള്ളത്. എന്തിനിങ്ങനെ ഒളിച്ചോടണം എന്നുള്ള ചോദ്യം കൂടിയാണ് ചോദിക്കാനുള്ളത്. എന്തായാലും അദ്ദേഹം പല റൂട്ടുകൾ മാറി വന്ന് ഒടുവിൽ നമ്മുടെ കണ്ണിൽ പെട്ടതിന് ശേഷം വീണ്ടും അദ്ദേഹത്തിൻ്റെ വാഹനം വളരെയധികം സ്പീഡിൽ ഇപ്പോൾ നമുക്ക് കാണാൻ ദൃശ്യങ്ങളിൽ അദ്ദേഹം നമ്മുടെ വാഹനത്തിൻ്റെ മുന്നിൽ നിന്ന് മാറിക്കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും അദ്ദേഹം കൊച്ചിയിൽ എത്തുമ്പോഴതിന് മുന്നേ തന്നെ നമുക്ക് വീണ്ടും അദ്ദേഹത്തിൻ്റെ വാഹനം കാണാൻ പറ്റുമെന്നുള്ളതാണ് പ്രതീക്ഷ. ഈ റൂട്ടിൽ കുറച്ച് സമയം ട്രാഫിക് ഉണ്ടായിരുന്നു. നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ നമുക്ക് കാണാം. അദ്ദേഹം നമ്മുടെ വാഹനത്തിന് തൊട്ടടുത്തൊന്നും തന്നെ ഇല്ലാത്തൊരവസ്ഥയായാണ്. അത്ര വേഗത്തിലാണ് അദ്ദേഹം മാധ്യമം കൂടെ ഉണ്ടോ എന്ന് റിപ്പോർട്ടർ കൂടെ ഉണ്ടെന്ന് അറിഞ്ഞതോടെ അദ്ദേഹം അത്രയും വേഗതയിലാണ് പോയത്. എന്തായാലും അദ്ദേഹം കൊച്ചിയിലേക്ക് തന്നെയാണ്. അഭിഭാഷകനെ കാണുമോ, അന്വേഷണ സംഘത്തിന് മുന്നിലെത്തുമോ, എങ്ങനെയാണ് എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. സുജയ. ഓക്കെ, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വാഹനം എന്തായാലും കൊച്ചിയിലേക്ക് എറണാകുളം ജില്ലയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അഭിഭാഷകനെ കാണുന്നതിനായുള്ള യാത്രയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അന്വേഷണ സംഘത്തിൻ്റെ അടുത്ത നീക്കം എന്താണെന്നും അറിയേണ്ടതുണ്ട്. നമുക്ക് അലി അക്ബർ ഷായിലേക്കും ഒക്കെ പോകാം. ഇപ്പോൾ ഈ BMW വാഹനം അതിൻ്റെ പൊല്യൂഷൻ എക്സ്പയർഡ് ആയതാണോ എന്നൊക്കെ പ്രേക്ഷകരൊക്കെ ഈ നമ്പർ പ്ലേറ്റിലെ നമ്പർ നോട്ട് ചെയ്തിട്ട് അങ്ങനെയൊക്കെ പ്രേക്ഷകരൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ചില പ്രേക്ഷകരൊക്കെ അറിയിക്കുന്നു പൊല്യൂഷൻ എക്സ്പയർ ആയതാണ് എന്നൊക്കെ. പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല, അതൊക്കെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റാണ് പരിഗണിക്കേണ്ടത്. PUC എക്സ്പയറിംഗ് എന്നൊക്കെയുള്ള സന്ദേശങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അക്കാര്യങ്ങളൊക്കെ MVD പരിശോധിക്കട്ടെ. എന്തായാലും അദ്ദേഹം ഇപ്പോൾ അതിവേഗം കൊച്ചിയിൽ എത്തിച്ചേരുക എന്നതാണ് മുകേഷ് ഉദ്ദേശിക്കുന്നത്. അത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതിവേഗം കോട്ടയം MC റോഡ് വഴി എറണാകുളത്തേക്ക് എത്തുന്നു. തൃപ്പൂണിത്തുറയിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്.